ഹലോ, ഇന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ കപ്പക്കാലയാണ്. ഈ കൊല്ലത്തെ വിളവൊക്കെ എടുത്ത് തീർന്നു. ഇനി ഒന്നോ രണ്ടോ കപ്പകളേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നമ്മളിവിടെ പാറയുടെ അടുത്ത് കൃഷി ഇറക്കിയത്. കാരണം ഇവിടെ നിറയെ പാറയുണ്ട്, നട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നല്ല സംശയമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായില്ല, നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടി. മറ്റേ പെരിച്ചാഴി അല്ലെങ്കിൽ പന്നീലി എന്നൊക്കെ പറയുന്ന ആന ഉണ്ടല്ലോ, അതിൻ്റെ ശല്യത്തിന് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അതുപോലും ഓരോ കിഴങ്ങൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ. ഒരു ചുവട്ടിൽ നിന്ന് ഒരു കിഴങ്ങിൻ്റെ കുറേയൊക്കെ നമുക്ക് വിട്ട് കളയാം, അവർക്കും കൂടെ ഉള്ളതല്ലേ ഇതൊക്കെ. അങ്ങനെ ഇപ്പോൾ കിട്ടിയതാണ്. ഈ ഒരൊറ്റ ചുവടിൽ നിന്ന് കിട്ടിയതാണ് ഈ കപ്പക്കിഴങ്ങെല്ലാം. ഇപ്പം മണ്ണൊക്കെ നന്നായിട്ട് തറഞ്ഞിരിക്കുക, ഉണക്കൊക്കെ ആയി തുടങ്ങിയുണ്ട്. അതുകൊണ്ട് വലിച്ചു പറിച്ചെടുത്തപ്പോഴത്തേക്ക് തന്നെ പല കപ്പയും ഒടിഞ്ഞൊക്കെ പോയി. കുറേയൊക്കെ മണ്ണിൻ്റെ അകത്ത് നിന്ന് മാന്തി എടുത്തിട്ടാണ് ഈ പരുവത്തിലേലും കിട്ടിയത്. പക്ഷേ നല്ല വിളവുണ്ട്, അത്യാവശ്യത്തിന് 2-3 കിലോയിൽ കൂടുതലുണ്ട് ഇത്. നമ്മളിനി ഈ കൊല്ലത്തെ കൃഷിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി ഇതിൻ്റെ തണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കും. അടുത്ത കൊല്ലം നടണമല്ലോ. അപ്പോൾ ഈ കപ്പ എല്ലാം പറിച്ച് കഴിഞ്ഞ് ഇനി അതിൻ്റെ കപ്പയുടെ കോലുണ്ടല്ലോ, കോലെടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെളിച്ചം അധികം അടിക്കാതെ, സൂര്യപ്രകാശമൊന്നും തട്ടാതെ, എവിടെയെങ്കിലും ഒതുക്കമുള്ള സ്ഥലത്ത് വെയിലൊന്നും തട്ടാതെ കൊണ്ടുവെക്കണം. അങ്ങനെ നല്ല നമുക്ക് അടുത്ത കൊല്ലം ഈ നല്ല കമ്പായി, ഇപ്രാവശ്യത്തെ നല്ല വിളവ് കിട്ടുന്ന കമ്പ്. അപ്പോൾ ആ കമ്പ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അടുത്ത കൊല്ലം നല്ലൊരു ഭംഗിക്ക് കൃഷി ഇറക്കാൻ പറ്റും. അതിന് വേണ്ടി ഈ കമ്പ് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തിന് കരിയിലയും വാഴയുടെയൊക്കെ ഇലകളില്ല, അതെല്ലാം കൊണ്ടൊന്ന് മൂടിയിടും. അപ്പോൾ ഒട്ടും വെയിലും ഒന്നും തട്ടത്തില്ല, അതതുപോലെ ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.